മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. ബൈബിളിലെ ഒരു വാക്യമാണെങ്കിലും എത്ര മനോഹരമായ ഒരു വാചകമാണതല്ലേ. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാടിനെ വ്യക്തമായി കാണുവാൻ കഴിയും. കൊച്ചുമക്കളുടെ ഒരുപാട് റീൽസുകളും വൈറലാകുന്ന ഒരുപാട് വീഡിയോസിൻ്റെ ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൊച്ചുമക്കൾ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശന്മാരുടെയും വീഡിയോ എടുത്ത് അത് റീൽസാക്കി അവർ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ വെളിയിലേക്ക് ഇറക്കുമ്പോൾ നമുക്ക് നഷ്ടമായി പോയ കുടുംബ ബന്ധങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കുകയാണെന്നുള്ള സന്തോഷം എല്ലായ്പ്പോഴും മനസ്സിലുണ്ട്. 105 വയസ്സുള്ള മുത്തശ്ശിയും 99 വയസ്സുള്ള മുത്തശ്ശനും നിശാസ്നേഹക്കൂട് പോലെ വളരെ ഗൗരവമായി പ്രായമുള്ളവരെ സംരക്ഷിച്ച് അവിടെ വൈറലാകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില വ്യക്തികൾ മാത്രം ചെയ്താൽ പോരാ, എല്ലാ കുട്ടികളും ചെയ്യണം. നിങ്ങളുടെ അപ്പച്ചന്മാരെ, നിങ്ങളുടെ അമ്മച്ചിമാരെ, നിങ്ങളുടെ മുത്തച്ഛന്മാരെ, നിങ്ങളുടെ അച്ഛനെ, നിങ്ങളുടെ അച്ഛമ്മയെ, നിങ്ങളുടെ അമ്മമ്മയെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതൊക്കെ നല്ലൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് എൻ്റെ എടുക്കുന്ന ഒരു ബോർഡിംഗ് പാസ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുമകൾ അവിടെ വല്യമ്മച്ചിക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്ത് ആ യാത്രയിൽ ഞാനും പങ്കാളിയാകേണ്ടി വന്നു. അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ വീൽ ചെയർ അസിസ്റ്റൻസോടുകൂടി കൊച്ചുമകൾ അമ്മച്ചിക്കൊരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ കാര്യം, ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. വളരെ സുരക്ഷിതമായ ബാംഗ്ലൂരിൽ നിന്ന് വീൽ ചെയറിൽ തന്നെ ആ അമ്മച്ചിയെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറ്റി. എന്നാൽ കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ കയറിയത് ഡൊമസ്റ്റിക് എന്നാണെങ്കിൽ കൊച്ചിയിൽ വന്നപ്പോൾ ഇന്റർനാഷണൽ ടെർമിനലാണ് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. എന്നാൽ പെട്ടെന്ന് വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെയും ആ അമ്മച്ചിക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. എന്നാൽ അവിടെ നിന്നായ എയർ ഹോസ്റ്റസും ഫ്ലൈറ്റ് സ്റ്റുവാർഡും പെട്ടെന്ന് ഓടി ഞങ്ങളുടെ അടുക്കൽ വന്നു. ഞങ്ങളുടെ ഈ ബോർഡിംഗ് പാസിൽ വീൽ ചെയർ അസിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചപ്പോൾ അവിടെ ഉത്തരവാദിത്തമാണ് ആ മാതാവിനെ സുരക്ഷിതമായി താഴെ ഇറക്കുക എന്നുള്ളത്. ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഈ ഞങ്ങളുടെ ടിക്കറ്റിൽ വീൽ ചെയർ എന്നൊരു വേർഡ് അടിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഫ്ലൈറ്റിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഞങ്ങളെ സുരക്ഷിതരായി താഴെ ഇറക്കുക എന്നുള്ളത് അവിടെ കർത്തവ്യമായി മാറി. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെടുക്കുന്ന ചെറിയൊരു സ്റ്റെപ്പ്, ഒരു കൊച്ചുമകളുടെ അമ്മച്ചിക്ക് വേണ്ടി എടുത്ത ടിക്കറ്റിൽ വീൽ ചെയർ അസിസ്റ്റൻസ് കൊടുത്തത് കൊണ്ട് ആ ഫ്ലൈറ്റ് മുഴുവനും ഇന്റർനാഷണൽ അടുത്തത് മസ്കറ്റിലേക്ക് പോകേണ്ട ഒരു ഫ്ലൈറ്റാണ്. എങ്കിലും അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഹൈഡ്രോളിക് ആംബുലൻസ് വരുന്നിടം വരെ ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുകയും വളരെ ഇടുങ്ങിയ സ്പേസിൽ കൂടി ഒരു കസ്റ്റമൈസ്ഡ് വീൽ ചെയർ ബാക്കിലോട്ട് കൊണ്ട് ചെന്ന് ഹൈഡ്രോളിക് ആംബുലൻസ് ഞങ്ങൾ കയറി അത് പിന്നീട് അത് ഗ്രൗണ്ട് ലെവലിലേക്ക് കൊണ്ട് താഴ്ത്തി അവരുടെ തന്നെ ബസ്സിൽ ഞങ്ങൾ കയറി അതേ വീൽ ചെയറിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ അമ്മച്ചിയെ ഞങ്ങളുടെ കാറ് കയറ്റുന്നതിനും വരെയും ആ വീൽ ചെയറിൻ്റെ അസിസ്റ്റൻസ് ഞങ്ങൾക്ക് കിട്ടി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ മറന്നു പോകുന്ന പല കാര്യങ്ങളും കൊച്ചുമക്കൾക്ക് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ചെയ്യാൻ പറ്റും. ബൈബിളിലെ വാക്യം നമ്മൾ ഓർപ്പിക്കുന്നത് തന്നെയാണ്, മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു.